വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം 6ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. പനവല്ലി മാനിവയൽ മേഖലയിലാണ് ബേലൂർ മഖ്ന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. രാത്രി 9:30 തോൽപ്പെട്ടി റോഡ് മുറിച്ചു കടന്നാണ് ആലത്തൂർ മാനിവയൽ കാട്ടിക്കുളം മേഖലയിൽ ആന എത്തിയത്. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ജനങ്ങൾക്കറിയേണ്ടത് ഇന്നെങ്കിലും ഈ ആനയെ വനംവകുപ്പ് അധികൃതർ പിടികൂടുമോ എന്നാണ്. ബേലൂർ മഖ്നയെ പിടികൂടുന്ന ദൗത്യം മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്നലെ ഭാവലി മേഖലയിൽ വനത്തിനുള്ളിലായിരുന്നു ആന നിലയുറപ്പിച്ചതെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് മിനിഞ്ഞാന്ന് രാത്രിയും ഇന്നലെ പകലും ഒക്കെ ആയിട്ട് ഭാവലി വനമേഖലയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 9:30 ജനവാസ മേഖലയിലേക്ക് കാട്ടിക്കുളം കോളനിയിലേക്ക് പനവല്ലി മാനിവയൽ മേഖലയിലേക്ക് ആന ഇറങ്ങിയെന്നാണ് വനംവകുപ്പ് സംഘവും അവിടുത്തെ തദ്ദേശ പ്രതിനിധികളൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും ഇന്ന് രാവിലെ പണിക്ക് പോകുന്നവരും സ്കൂളിലേക്ക് പോകുന്ന ആളുകളും ഒക്കെ ജാഗ്രത പാലിക്കണമെന്നും ഒക്കെയുള്ള അറിയിപ്പുകൾ ഇന്നലെ രാത്രി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇത് മാനിവയൽ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ ബാവലി മേഖലയിൽ തന്നെ ഈ ആനയെ തളയ്ക്കാൻ സാധിക്കും എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായിട്ടാണ് ആന ജനവാസ മേഖലയിലേക്ക് റോഡ് മുറിച്ച് കടന്ന് ജനവാസ മേഖലയിലേക്ക് കടക്കുന്ന ഒരു വളരെ രോഷ പ്രകടനമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ദുഷ്കരമായ രീതിയിലാണ് ഈ ബാവലി മേഖലയിൽ അല്ലെങ്കിൽ ബേലൂർ മഖ്നയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ദൗത്യം മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ആദ്യ ദിവസങ്ങളിൽ ഒരു ആനയെ ബേലൂർ മഖ്ന മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ 3 ദിവസം പിന്നിട്ടപ്പോൾ ബേലൂർ മഖ്നയ്ക്ക് സുരക്ഷിത ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് മറ്റൊരു മോഴയാന കൂടി ഇതിന്റെ കൂടെ കൂടിയത് ദൗത്യ സംഘത്തെ വരാതെ രീതിയിൽ അലട്ടുന്നുണ്ടായിരുന്നു. ഇന്നലെ ഈ ബാവലി മേഖലയിൽ നിന്ന് ബേലൂർ മഖ്നയെ പിടികൂടാൻ പോയ ദൗത്യ സംഘത്തിന് നേരെ ഈ മറ്റൊരു മോഴയാന പാഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ ദൗത്യ സംഘത്തിന് ഈ മോഴയാനയ്ക്ക് നേരെ വെടിവെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയായാലും ഈ ആനയെ പിടികൂടാനുള്ള ഒരു ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ 6ാം ദിവസം രാവിലെയും കടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആനയും കടുവയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഈ അടുത്തടുത്ത ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ വയനാട് മേഖലയിൽ അല്ലെങ്കിൽ മാനന്തവാടി കാട്ടിക്കുളം മേഖലയിലൊക്കെ സൃഷ്ടിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്നെങ്കിലും ഇതിനെ പിടികൂടുക, തളച്ചിടുക, ജനങ്ങളുടെ സ്വൈര്യ ജീവിതം സാധാരണ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ കടുവ ഇറങ്ങിയ പ്രദേശത്ത് വലിയ രീതിയിൽ 800ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ പന്തം കൊടുത്ത പ്രകടനമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ജനജീവിതം ദുഷ്കരമാണ്. പ്രദേശത്തെ MLA-യോ വകുപ്പ് മന്ത്രിയോ MP ഉൾപ്പെടെയുള്ള ആളുകളൊന്നും ഞങ്ങളുടെ പരാതി കേൾക്കാനോ ഞങ്ങളെ സന്ദർശിക്കാനോ വന്നിട്ടില്ല എന്നുള്ള പരാതികൾ പങ്കുവെക്കുന്നു. കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ പോലും സ്ഥലം MLA-യോ വകുപ്പ് മന്ത്രിയോ പോലും എത്തിയിട്ടില്ല എന്നുള്ളതും ഈ സമയത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജനങ്ങളുടെ ജീവിതത്തെ കേൾക്കാനോ അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകാനോ ജനപ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതും വളരെ വിഷമത്തോടു കൂടി ജനങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. രജനി, മിഷൻ ബേലൂർ മഖ്ന 6ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ആന ജനവാസ മേഖലയിൽ പനവല്ലി മനിവയൽ മേഖലയിലുണ്ട് എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത്.